ഹായ് ഗൈസ്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈസൂരിലുള്ള JSS യൂണിവേഴ്സിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ അമൽ സാറാണ്. അമൽ സാർ നിങ്ങൾക്ക് ഈ കോളേജിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരിക്കും. ബൈ ദ വൈ, ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നതിൽ എന്നെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂരിലുള്ള ബെന്നിമണ്ഡപം ക്യാമ്പസിലാണ്. ഇവിടെയാണ് JSS യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ അതായത് NIRF റാങ്കിങ്ങിലൊക്കെ നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ടയർ 1 കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് JSS യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി ആണത്. അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മൈസൂർ പ്രോപ്പർ ടൗണിൽ തന്നെയാണുള്ളത്. ഇവരുടെ ഹോസ്പിറ്റൽ, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു 1800 ബെഡഡ് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ വരുന്നുണ്ട്. അത് വരുന്നത് അഗ്രഹാര ക്യാമ്പസ്, അഗ്രഹാര ഏരിയയിലാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്റേഴ്സ് 12 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജും അലൈഡ് ഹെൽത്ത് സയൻസ്, ഡെന്റൽ കോളേജ്, ലൈഫ് സയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബെന്നിമണ്ഡപം ക്യാമ്പസിലാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലൈഫ് സയൻസ് ബ്ലോക്ക്. ഇവിടെയാണ് BSc മൈക്രോബയോളജി, ഫോറൻസിക് സയൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ബയോ കെമിസ്ട്രി പോലുള്ള ലൈഫ് സയൻസ് പ്രോഗ്രാമുകൾ, എൻവയോൺമെന്റൽ സയൻസ് പോലുള്ള ഒത്തിരി വെറൈറ്റി പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന BSc MSc പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസ് ആണിത്. ഇത് വന്നിട്ട് അധികം ആയിട്ടില്ല. ഇത് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഈ ഒരു ബിൽഡിംഗ് വന്നിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് അവരുടെ ബിൽഡിംഗ് ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ടയർ 1 കാറ്റഗറിയിൽ തന്നെ കുട്ടികൾക്ക് നിർത്താൻ പറ്റും. കാരണം നാക്കിന്റെ ഗൈഡൊക്കെ നോക്കുന്ന സമയത്ത് നാക്ക് അക്രിഡിറ്റേഷൻ കൊടുത്തിട്ടുള്ളത് തന്നെ A++ കാറ്റഗറിയിലാണ് JSS. NIRFന്റെ റാങ്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജസിന്റെ സെക്ഷനിൽ വരുമ്പോൾ ഓവറോൾ ഒരു 34-36 ആ റേഞ്ചിലാണ് NIRFന്റെ റാങ്കിങ് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത്. അതായത് പല എയിംസ് ഋഷികേശും അല്ലെങ്കിൽ എയിംസ് റായ്പൂർ പറയുന്ന എയിംസ് സ്ഥാപനങ്ങൾ പോലും JSSന്റെ താഴെയാണ് NIRFന്റെ റാങ്കിങ്ങിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികളുണ്ട്, എസ്പെഷ്യലി മലബാർ ഏരിയയിലുള്ള കുട്ടികളുണ്ട്. അതായത് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്ക് വയനാട് അവിടെ നിന്നൊക്കെ കൂടുതലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് JSS യൂണിവേഴ്സിറ്റി. ഇവിടെ വരുന്ന വിവിധ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ MBBS BDS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നീറ്റ് എക്സാം ത്രൂ തന്നെ MCC കണ്ടക്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ, MCC മെഡിക്കൽ കൗൺസിൽ ഓഫ് അവരുടെ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് ത്രൂ തന്നെയാണ് ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഇവിടുത്തെ MBBSനും ഡെന്റലിനൊക്കെയുള്ള അഡ്മിഷൻസ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകൾ ഈ ക്യാമ്പസിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ BOT ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി അത്യാവശ്യം കുറച്ച് ഡിമാൻഡിംഗ് ഉള്ള പ്രോഗ്രാമാണ്. മെഡിക്കൽ ലാബ് ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി, കാർഡിയാക് കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, എമർജൻസി മെഡിസിൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫോറൻസിക് സയൻസ്, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, മെഡിക്കൽ ജെനറ്റിക്സ് ആൻഡ് കൗൺസിലിംഗ്, പിന്നെ BOT ബാച്ചലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഇത്രയും പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഏരിയയിൽ ഇത്രയും പ്രോഗ്രാമുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കാനാണെങ്കിൽ പോലും ഒത്തിരി കുട്ടികൾ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി എന്നുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പല കുട്ടികൾക്കും JSS കേട്ടിട്ട് പോലും, പക്ഷേ കൊച്ചി അമൃതയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾ കേട്ടിട്ട് പോലെ അത്ര പോപ്പുലാരിറ്റി ഇല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഇനിയിപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അക്കാഡമിക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാതും, ഇപ്പോൾ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ലാബുകളും കാര്യങ്ങളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് JSS എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടോപ്പ്. മൈസൂർ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജ് തന്നെയാണ്. അതെ. ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ്, ഇപ്പോൾ അലൈഡ് ഹെൽത്ത് സയൻസിൽ ഞാൻ പറഞ്ഞ പ്രോഗ്രാമുകളുടെയൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഇവരുടെ വെബ്സൈറ്റ് വഴി അലോട്ട്മെന്റ്, അതായത് ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ വഴിയാണ് കിട്ടുക. അത്യാവശ്യം മാർക്കുള്ള കുട്ടികളെ മാത്രമേ ഇവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ക്യാമ്പസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ പുറകെ കാണുന്നതാണ് ഡെന്റൽ കോളേജ് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ ഡെന്റൽ കോളേജ് വരുന്നത്. JSSന്റെ BDS MDS പ്രോഗ്രാമുകളും MDSൽ വെറൈറ്റി സ്പെഷ്യലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പഠിക്കുന്നത്. ഇപ്പോൾ ഇത് ഡെന്റൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ആ കാണുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്. അവിടെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആ കാണുന്നത് ഫുഡ് കോർട്ടാണ്.
പിന്നെ ഇവർക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. Yes. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ എന്തുണ്ട് ബസ്സസ് കോളേജ് ബസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള സൂപ്പർ മൾട്ടി ലെവൽ സ്പെഷ്യാലിറ്റീസ് ഉള്ള അതെ. മൈസൂർ എന്ന് പറയുന്ന നഗരത്തിൽ വൺ ഓഫ് ദ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് JSS ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ JSS ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പാസിറ്റി എപ്പോഴും ഏതൊരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുക അതിന്റെ ബെഡ് കൗണ്ട് വെച്ചിട്ടാണ്. ബെഡ് കൗണ്ട് ആണ്. അപ്പോൾ JSS ഹോസ്പിറ്റലിന്റെ ബെഡ് കൗണ്ട് നോക്കുന്ന സമയത്ത് 1800 അതായത് 1800+ ബെഡാണ് JSS ഹോസ്പിറ്റലിന് ഉള്ളത്. അത്യാവശ്യം നല്ല പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള ഒരു സ്ഥാപനമാണത്. ഇപ്പോൾ ഡെന്റലിനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല റാങ്കിങ്ങിൽ വരുന്ന NIRF-ലൊക്കെ അത്യാവശ്യം നല്ല റാങ്കിങ്ങിൽ വരുന്ന ഈ സ്ഥാപനം തന്നെയാണ് ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഒത്തിരി മലയാളി കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഇപ്പോൾ BDS ഇപ്പോൾ MBBS കിട്ടാത്ത കുട്ടികളോ അല്ലെങ്കിൽ BDS തന്നെ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്ന കുട്ടികൾ ടയർ 1 കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് JSS യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പലർക്കും അതെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ശരിക്കില്ല കോളേജിനെ പറ്റി. അതെ. ഇപ്പോൾ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രീൻ ക്യാമ്പസ് ആണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ക്യാമ്പസ് ആണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് NAAC-ന്റെ ഒക്കെ A++ ഗ്രേഡ് ഒക്കെ കിട്ടാനുള്ള കാരണം വന്നിട്ടുള്ളത്.